ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവും അലീനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനു അവിടുത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്ത് വിശേഷം മനുവേട്ടാ, ഇവിടെ കേണൽ സാറിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. എല്ലാവരും എന്നോട് അങ്ങോട്ട് നടക്കുന്നില്ല, ചിലവരൊക്കെ എന്നോട് എതിർത്ത് സംസാരിക്കലാണ് പരിപാടി. ആർക്കും അങ്ങോട്ട് ബോധിക്കുന്നില്ല മനുവേട്ടാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന, നീ ഒരു പണിയില്ലാതെ എങ്ങനെ ഇരിക്കും അലീന? നിനക്കങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുമോ? നീ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്ന എനിക്കറിയില്ല മനുവേട്ട. ഇവിടെയാണെങ്കിൽ ഒരു ജോലിയും ഇല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായ ജോലിക്കാർ ഇവിടെയുണ്ട്. എന്നോടിവിടെ വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാ പറയുന്നത്. എനിക്കിതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മനുവേട്ട. ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും എന്താ അലീന, ഞാൻ ഇടപെടണോ, ഞാൻ അങ്ങോട്ട് വരണോ അലീന എന്ന് ചോദിക്കുമ്പോൾ എന്തിനു മനുവേട്ടാ നിന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനേ? എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക് ഒരു താലിച്ചരടും കഴുത്തി ചേർത്തി നിന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറണമെന്ന് എൻ്റെ ആഗ്രഹം. അയ്യടാ, ആ ആഗ്രഹമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേര്. അതൊക്കെ ഏതായാലും ഇപ്പം നടക്കില്ല. എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷമേ ഇനി പോരണോ വേണ്ടേന്നൊക്കെ ഞാൻ ആലോചിക്കുള്ളൂ. ഇവിടെ കേണൽ സാർ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനില്ലേ, എൻ്റെ പപ്പയ്ക്കിട്ടൊരു കൊട്ട് കൊടുക്കണം. അതിന് ശേഷമേ ഞാനിനി തിരിച്ചു വരുള്ളൂ. എന്നാൽ ശരി മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ വയ്ക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടി ഇരുന്ന് വരാന്തലിരുന്ന് സംസാരിക്കുക. അപ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, അലീന ചേച്ചിയുടെ ഫോട്ടോ ഒന്നും വന്നില്ലല്ലോ. അലീന ചേച്ചി അല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് ഫോട്ടോ അഴക്കുന്നതാണല്ലോ. അയ്യടി, ആദ്യം അലീന ചേച്ചി ഫോട്ടോ അയക്കുന്നുണ്ടെങ്കിലേ അത് എൻ്റെ ഫോണിലേക്കായിരിക്കും ഫോട്ടോ അയക്കുന്നത്, അല്ല അത് നിനക്കല്ല. ആദ്യം എനിക്ക് അയച്ചതിന് ശേഷമേ നിനക്ക് അയക്കുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തി വരുന്നത്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, ഇത് എന്താണല്ലോ ഇങ്ങനെ അനാവശ്യമായ വർത്തമാനം? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അനാവശ്യമായ വർത്തമാനമാണ് പറയുന്നതെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, പഠിക്കാതെ ഇവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ അനാവശ്യമായ വർത്തമാനമായിട്ട് വേണ്ടേ കരുതാനായിട്ട്? അതെ, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? അപ്പോഴേക്കും ബബിത അങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ്, ചേച്ചി വേണ്ട, വഴക്ക് വേണ്ട, സാവധാനത്തിൽ സംസാരിച്ചാൽ മതി. എന്താ അമ്മ ഇപ്പോൾ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് പഠിക്കാനില്ലേ? മിഡ് ടേൺ എക്സാം അല്ലേ വരുന്നത്, എന്താ നിങ്ങളൊന്നും പഠിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പഠിത്തം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വർത്താനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അല്ലാതെ 24 മണിക്കൂറും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ, 24 മണിക്കൂറും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ മാറി നിന്ന് കുത്തിരുന്ന് സംസാരിക്കുന്ന സീനാണല്ലോ കാണുന്നത്. അമ്മ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ എപ്പോഴും നടക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കൊള്ളാലോ, പിന്നെ ഞാനല്ലാതെ നിൻ്റെയൊക്കെ പിന്നാലെ ആരെയാണ് നടക്കേണ്ടത്? അല്ല, എത്ര നാളെ തുടങ്ങിയേട്ടാ ഈ നടക്കാനായിട്ട് തുടങ്ങിയത്? ഇതിനു മുമ്പ് അമ്മ ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നോക്ക് എന്നൊക്കെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഭാവി പോലും നോക്കാതെയാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ദേവാബിതേ, നിനക്ക് പറഞ്ഞ് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി അമ്മയും വരേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയുടെ പണി നോക്ക്, ഞങ്ങളുടെ പണി നോക്കാനായിട്ട് ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കര അരിശം വരികയാണ്. വൈജ അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കും. എനിക്കതൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നൊക്കെ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുവിൻ്റെ കാറ് വരുന്നത്. അപ്പോൾ മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടൊക്കെ സന്തോഷം തോന്നിക്കണം. മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. എന്താ മനുവേട്ട പതിവില്ലാതൊക്കെ ഇങ്ങോട്ട് ഈ വഴിയൊന്നും ഒക്കെ പരിചയമുണ്ടോ? മറന്നുപോയെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത്. ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ മനുവേട്ട. എന്തായാലും ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയണ്ടേ? അലീന ഇവിടെ നിന്ന് പോയിരിക്കുകയല്ലേ, അപ്പോൾ ഇവിടെ വൈജാൻറ്റിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കിയാലല്ലേ മതിയാവുള്ളൂ. എന്നിട്ട് മനുവേട്ടൻ മനസ്സിലാക്കിയോ? എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ആകെ തകിടം മറിഞ്ഞ് നിൽക്കുകയാണോ? ഒരു പരിധി വരെ. ഏതായാലും മനുവേട്ടൻ അങ്ങോട്ട് കയറി നോക്ക്, അപ്പം അറിയാം അമ്മയുടെ സ്വഭാവം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞാൽ, ശരി ഞാൻ നോക്കട്ടെ, ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ മെരുക്കിയെടുക്കണം. നമുക്കേ ഒന്ന് ടേബിളിൽ കൂടണ്ടേ? ടേബിളിൽ കൂടാം. ചായ, ചിപ്സ്, ചക്ക വറുത്തത്, എന്താ വേണ്ടത് മനുവേട്ടന്? എന്ത് വേണമെങ്കിലും ഓക്കെ, നിങ്ങൾ ആദ്യം കയറി വാ എന്ന് പറഞ്ഞോട്ട് മനു നേരെ അകത്തേക്ക് കയറി ചെല്ലിക്കുക. അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും വൈജ നിൽക്കുന്നു. അപ്പോൾ വൈജ മനുവിനെ കണ്ടപ്പോഴേക്കും, എടാ മനു, നീ പതിവില്ലാതെയാണല്ലോ അവിടെ വരുന്നത്. കൊള്ളാലോ. ഞാൻ വിചാരിച്ചതേ അലീന ഇല്ലാത്തത് കൊണ്ട് നീ ഇങ്ങോട്ടൊന്നും വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെന്താ ആൻറ്റി, അലീന ഇല്ലാതിരുന്ന സമയത്തും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അതൊക്കെ വന്നിട്ടുണ്ട്. അലീന വന്നതിന് ശേഷം
പിന്നീട് അലീനയെ കാണാൻ വേണ്ടി മാത്രമാണല്ലോ നീ ഇങ്ങോട്ട് വരുന്നത്. എന്തിനാ ആൻറ്റി? ഇപ്പോഴും ആൻറ്റിക്ക് ആ ദുഷിച്ച ചിന്ത, ദുഷിച്ച വർത്തമാനമൊന്നും മനസ്സിൽ നിന്ന് കളയാനായിട്ടില്ലല്ലേ? എപ്പോഴും ഇത് തന്നെയാണ്. ആദ്യം ആൻറ്റിയുടെ നാവ് ഒന്ന് അടക്കി വയ്ക്കുക അങ്ങോട്ട്, അതിന് ശേഷം ആകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ആൻറ്റിയുടെ നാവിലെ ഒരു ENT കൊണ്ടേ കാണിക്കണം. എന്തിനാണ് ENT കൊണ്ടേ കാണിക്കുന്നത്? ആൻറ്റിയുടെ നാവിന് ശരിക്കും ഇത് ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എടാ എൻ്റെ നാവിനൊന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല, അതെല്ലാവരും പറയുന്നുണ്ട്. എടാ നീ എൻ്റെ വീട്ടിൽ കയറി വന്ന് നീ എന്നെ ചൊറിയാൻ വേണ്ടി വന്നതാണോ? ആൻറ്റിയുടെ വീടോ? എനിക്കറിയാവുന്നത് ഈ വീട് ബാലചന്ദ്രൻ അങ്കളുടെ വീടെന്നാണ്. കാരണം ആധാരത്തിൽ എഴുതിയ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ. ബാലചന്ദ്ര മേനോൻ, അതാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര്. അങ്ങനെ അതെങ്ങനെയാ അത്ര പെട്ടെന്ന് ആൻറ്റിയുടെ വീടായി മാറിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തത് കൊണ്ട് ചോദിച്ചാണ് ആൻറ്റി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ നീ കൂടുതൽ ചൊറിയാനായിട്ട് നിൽക്കണ്ട. നീ വന്ന കാര്യം എന്താന്ന് പറ. എന്താ ആൻറ്റി? എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ആൻറ്റി സത്യം പറ ആൻറ്റി, ആൻറ്റിയെ ആർക്കെങ്കിലും ഇഷ്ടമാണ്? ആൻറ്റിയുടെ നാവ് കൊണ്ട് തന്നെയല്ലേ എല്ലാവരും ആൻറ്റിയെ വെറുക്കുന്നത്? ആൻറ്റിയുടെ മക്കൾക്ക് ഇപ്പം ഇഷ്ടമല്ല. ആൻറ്റിയുടെ ഭർത്താവ് ആൻറ്റിയോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. നേരത്തേക്ക് ആൻറ്റിയോട് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് അങ്കിള് ആൻറ്റിയോട് ഇത്ര ദേഷ്യത്തോടെ പെരുമാറുന്നു? ആൻറ്റിയുടെ അടുത്ത് മുഖത്ത് പോലും നോക്കാറുണ്ടോ? പിന്നെ സ്വന്തം അമ്മ, ആങ്ങളമാര്, ഇവരെല്ലാം ആൻറ്റിയെ എതിർത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. ആൻറ്റിയോട് ഇവരൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? ആൻറ്റി പറ. ആഹാ, എന്നെ വെറുക്കാനുള്ള കാരണം നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ആൻറ്റി. എന്തറിയാം നടമനു? പറയടാ, നിനക്കറിയുമെങ്കിൽ നീ പറ. ആൻറ്റിയുടെ പാസ്റ്റ് ഇതൊക്കെ ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആൻറ്റിയെ എതിർത്ത് ഇവർ നിൽക്കുന്നത്. എൻ്റെ പാസ്റ്റോ? എൻ്റെ പാസ്റ്റിന് എന്താണ് കുഴപ്പം? എൻ്റെ പാസ്റ്റിന് എന്താ സംഭവിച്ചതെന്ന്? ആൻറ്റിയുടെ പാസ്റ്റോ? അതായത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആൻറ്റി കല്യാണം കഴിച്ചു. അവിടെ ആൻറ്റി ഭർത്താവിനെ ദൈവതുല്യമായിട്ട് കണ്ടു. ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഭർത്താവിന് ഭക്ഷണവും വെള്ളവും അസുഖം വരുമ്പോൾ നോക്കുകയും അങ്ങനെ കറക്റ്റ് കാര്യങ്ങളെല്ലാം ആൻറ്റി ചെയ്തു കൊടുത്തു. എന്താ അത് ആൻറ്റിയുടെ പാസ്റ്റ് അല്ലേ? എന്താടാ നീ എന്നെ ആക്കിക്കൊണ്ട് പറയുകയാണോടാ? നീ എന്താ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? ഞാൻ ആൻറ്റിയെ ആക്കിയതൊന്നും അല്ല ആൻറ്റി. പക്ഷേ ആൻറ്റി ഒരു കാര്യം ചിന്തിച്ചോ? ആൻറ്റി വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. ആൻറ്റി വിചാരിക്കുന്നുണ്ട് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു, അതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന്. ഇല്ല ആൻറ്റി, ഒരു കാര്യവും അവസാനിച്ചിട്ടില്ല. അലീന പോയെന്ന് വിചാരിച്ച് ഒരു അലീന ഇല്ലാതാവുന്നില്ല ആൻറ്റി. അലീന വരും. അലീനയെ അങ്ങനെ ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുമെന്ന് ആൻറ്റി വിചാരിക്കണ്ട. നീ എന്താടാ അങ്ങനെ പറയുന്നത്? നീ എന്താ അങ്ങനെ ഒരു സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആൻറ്റിക്ക് വഴിയേ മനസ്സിലാവും. ഇപ്പം ഏതായാലും എനിക്കത് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അലീനയെ ഒരിക്കലും ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. അവൾ വരും, അവൾ തിരിച്ചു വരും ആൻറ്റി. അത് ആൻറ്റി പ്രതീക്ഷിച്ച് തന്നെ ഇരുന്നോ. ആൻറ്റി ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്ന് നല്ല മറുപടി നമ്മുടെ മനു കൊടുത്തതിന് ശേഷം നേരെ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ മനുവിൻ്റെ ആ ഒരു വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വൈശാഖി സ്തംഭിച്ചിങ്ങ് നിൽക്കണം. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് വൈശ നിൽക്കുന്നത്. അങ്ങനെ മനു നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതാര്? മനുവോ? കയറി വാടാ. എന്താണ്? നീ എന്ന് എങ്ങോട്ടൊന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടൊന്നും പോയില്ല അങ്കളെ, ഇങ്ങോട്ട് വരാനാ തോന്നിയത്. അങ്കൾ ഓഫീസിൽ പോകാൻ ഇറങ്ങാണ്, പിന്നെ എനിക്ക് പോകണ്ടേടാ. ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടോ? നീ എന്താ നിൻ്റെ ആൻറ്റിയെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയെ കണ്ട് ഉടക്കിയിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ അങ്കളെ? ആ കുറവ് നികത്താനായിട്ട് പറ്റില്ലടാ. ആ അഹങ്കാരം എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉടക്കേണ്ടി വന്നു. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ അവരോട് സംസാരിക്കാനും മിണ്ടാറൊന്നും പോകാറൊന്നുമില്ല. അവളുടെ വായെടുത്താൽ ഒരേ അനാവശ്യ കാര്യങ്ങളല്ലേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അല്ലങ്ങളെ അലീനെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്നും വിളിക്കാറുണ്ട്. ഓരോ വിശേഷങ്ങളെല്ലാം പറയും. എന്നിട്ട് എന്നെ ഒരേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തലാണ് അവളുടെ ജോലി. എല്ലാം ശരിയാവും, എല്ലാം ഓക്കെ ആവും. അവളുടെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോഴേ എല്ലാം ശരിയാവും ഇപ്പം തന്നെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ വഷളായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി
എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മനുവേ. എന്താ അങ്കിളെന്തീ പറയുന്നത്? ആടാ, ചില കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളൂടെ എനിക്ക് നോക്കണമല്ലോ. അതിനുശേഷം ഇവിടുന്ന് ഒരൊറ്റ പോക്ക് ഞാൻ പോകും. പിന്നീടേ എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തൊരവസ്ഥയായിരിക്കും. എന്തേ അങ്കിളെ, എൻ്റെ മൂഡ് കളയാൻ നിൽക്കരുത് കേട്ടോ അങ്കിളെ. അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇനി ഞാൻ മേലെ അങ്കിൾ ഇങ്ങോട്ട് വരേയില്ല, അങ്കിൾ വിളിക്കുകയില്ല. നീ ഇങ്ങനെ ബോറടിക്കില്ലേടാ. നീ ഇങ്ങനെ ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നീ പോരുന്നുണ്ടോ? ഞാൻ ഏതായാലും ഓഫീസിലേക്ക് ഇറങ്ങാണ്. ഞാനും വരുന്നുണ്ട് അങ്കിളെ. ഏതായാലും ഞാനെന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ആരെ കാണാൻ, ആരോട് സംസാരിക്കാൻ, ചുമ്മാ തല്ലുപിടിക്കൽ മാത്രം. അതുകൊണ്ട് ഞാനും വരുന്നു അങ്കിളെ. എന്നാൽ നീ ഇറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുട്ടിച്ചായം നേരെ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ, അതെ, ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ് കേട്ടോടാ. ആഹാ, എന്താ പച്ച പെട്ടെന്ന് പോകാനുള്ള തീരുമാനം? എടാ, ഞാനിവിടെ വന്ന ഉടനെ തന്നെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ വന്നത്. പിന്നീട് എനിക്ക് പോകാനും സാധിച്ചില്ല. ഓ, അപ്പച്ചൻ അവിടെ ചെന്നിട്ട് കുറേ ജോലികളെല്ലാം ചെയ്ത് തീർക്കാനുണ്ടല്ലേ? മനസ്സിലായി അപ്പച്ച. അപ്പച്ചൻ ഏതായാലും പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. എടാ, നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. എനിക്ക് അവിടെ ചെന്ന് ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ടെന്ന്. അറിയാം. അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറയണം. അലീനയെക്കുറിച്ച്. അലീനയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? കൂട്ടിക്കൊണ്ട് പോകണം, അതല്ലേ വേണ്ടത്. പക്ഷെ ഇപ്പോൾ ഇല്ല. അവിടെ ചെന്ന് ഞാൻ അവരോടൊക്കെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയട്ടെ. അതിന് ശേഷമേ ഞാൻ അലീനയെ കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളൂ. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണം. എടാ, നീ കൊച്ചിനോട് എതിർത്ത് സംസാരിക്കാൻ നിൽക്കരുത്. അപ്പച്ചാ, ഞാൻ ആരോടും എതിർത്ത് സംസാരിക്കാൻ നിൽക്കാറില്ല. പക്ഷേ അലീനയെ അപ്പച്ചൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഞാൻ അവളുടെ അപ്പനാണ്. അപ്പോൾ എൻ്റെ വാക്കുകൾ അവൾ ധിക്കരിക്കാൻ പാടില്ല. പറഞ്ഞാൽ അവൾ അനുസരിക്കണം. അറിയാലോ, എന്നെ അനുസരിക്കാത്ത മക്കളെ ഞാൻ തള്ളിക്കളയുക തന്നെ ചെയ്യും. എടാ, അവളുടെ ജീവിത സാഹചര്യം നിനക്കറിയാലോടാ. അവളൊരു അനാഥലത്തിൽ വളർന്ന കുട്ടിയല്ലേ. അപ്പോൾ ആരും ഇതിൽ നീയൊന്ന് കാണ്. പിന്നീട് അവളെല്ലാം ഓക്കെ ആയിക്കോളൂടാ. ഇതെന്താ അപ്പ ചെയ്ത്? ഏത് സമയവും അലീന പറയും ഞാൻ അനാഥാലയത്തിൽ വളർന്നതാണ്. ഇപ്പം അപ്പച്ചനും തുടങ്ങിയോ ആ ഒരു വർത്തമാനം? എടാ, അവൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഓരോ കാര്യങ്ങളും അവളെ നീ വഴക്ക് പറയാൻ നേരത്ത് അവൾക്കത് മനസ്സ് ശരിക്കും കൊള്ളുന്നുണ്ട്. ആ സമയത്തൊക്കെ അനാഥാലയമാണ് അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത്. നമുക്കതിനെ തെറ്റു പറയാനായിട്ട് പറ്റില്ല. അവൾ ഏത് ജീവിത സാഹചര്യത്തിലാണോ വളർന്നു വന്നത്, ആ ജീവിത സാഹചര്യത്തോടു കൂടി തന്നെ അവൾ പൊരുത്തപ്പെട്ടു പോകുള്ളൂ. പിന്നെ നമ്മളോട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് സാവകാശം വേണം. അതൊന്നും നീയൊന്നും മനസ്സിലാക്കണം സ്റ്റാൻലി. എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. ആ പെൺകൊച്ചിനെ കിടന്ന് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ഞാൻ ഉടനെ തന്നെ എത്തും എന്നും പറയണം. ശരി അപ്പച്ചൻ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടിച്ചായൻ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടിച്ചായനെ യാത്ര അയക്കാനായിട്ട് അലീനയും. അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. മോളെ, വല്യപ്പച്ചൻ പോയിട്ട് വരട്ടെ വല്യപ്പച്ചൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഞാനൊരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി പോകുന്ന പോലെ വല്യപ്പച്ച. അതേ, മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴല്ല. എനിക്ക് അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ഇങ്ങനൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് പറയാൻ പോകുന്നത് എന്നെക്കുറിച്ച്? ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഞാൻ പറയാൻ പോകുന്നത് മല കയറി ഒരു യക്ഷി വന്നിട്ടുണ്ട് നമ്മളുടെ കുടുംബം തകർക്കാൻ വേണ്ടി. അവള് കുടുംബം തകർത്തോണ്ടിരിക്കുകയാണ്. ഇനി അവള് ഇങ്ങോട്ടും കൂടി വരും. എല്ലാവരെയും തകർത്തടിക്കാൻ. എന്താ, അത്രയും പറഞ്ഞാൽ മതിയോ? ഇത് കേട്ട അലീന, മതി, അത്രയും പറഞ്ഞാൽ മതി. വല്യപ്പച്ചന് ഇനി എപ്പോഴാണ് വല്യപ്പച്ച വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ശേടാ, ഇതെന്തൊരു ചോദ്യമാണ്. ഈ പുനലൂർ എന്ന് പറയുന്നതേ അത്ര വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. എനിക്ക് വേണമെങ്കിൽ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ മടങ്ങി വരാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചില ജോലികളെല്ലാം ബാക്കി വെച്ചിട്ടാണ് അന്ന് ഞാൻ ഓടി വന്നത്. പിന്നെ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിവിടെ നിൽക്കണമെന്ന് തോന്നി. അങ്ങനെ നിന്നു. ഏതായാലും എനിക്കിനി അവിടെ വരെ പോകണ്ടേ, അവരെയൊക്കെ മുഖം കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. ശരി വല്യപ്പച്ച, ഉടനെ തന്നെ വന്നേ. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. പിന്നെ പപ്പയോട് വഴക്കിനൊന്നും പോകരുത്. ഞാൻ വഴക്കിനൊന്നും പോകുന്നില്ല. ഞാനതിന് പപ്പയോട് പിണക്കുമല്ലേ. അപ്പോൾ പിന്നെ ഞാനെന്തിനാ വഴക്കിന് പോകുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ വല്യപ്പച്ച എന്ന് പറയണം. ശരി മോളെ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചൻ കാറിലേക്ക് കയറുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.